എടോ ശ്രീനിവാസ, നിനക്ക് സംഗീതം വശമുണ്ടോ? അല്പമൊക്കെ. ഈ കഥകളിപ്പദം വല്ലതറിയോ? പിന്നെ എന്ത് കലാകാരനാണോ താൻ? കുണ്ടിത നായക ഒന്ന് പോടോ. കുണ്ടിത നായക നന്ദിനിക്കൊത്തൊരു പെണ്ണില്ല മണ്ണില്ല തുണനവും. എത്ര കാലായി ഒരു നല്ല കഥകളി കണ്ടിട്ട്. ഇപ്പൊക്കെ സായിപ്മാർക്ക് കാണാൻ വേണ്ടി ഒരുതരം കാട്ടിക്കൂട്ടലല്ലേ, വികൃതം, ഗോഷ്ടി. സാറേ, ആരോടെ? ഞാനാ സാറേ കള്ളം വരിയത്. ഒരുത്തൻ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ വന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടല്ലേ കള്ളനാണെന്ന്. ഈ നാട്ടിൽ എന്തിനാ പോലീസ്? എന്താണോ ഉറങ്ങണം സാർ. അതിന് ഞാൻ എന്ത് വേണം, താരാട്ട് പറഞ്ഞോ? അയ്യോ വേണ്ട സാർ, ഇന്നത്തേക്ക് ഇവിടെ ഒന്ന് കിടന്നോളാൻ SI അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ, അതേതായാലും നന്നായി. ഇന്നൊക്കെ ഒരു ദിവസത്തെങ്കിലും നാട്ടുകാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. ശ്രീനിവാസ, ആ സെല്ലും തുറന്നു കൊടുത്തേ, കിടന്നോട്ടെ. പോ 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 പോ. എന്താ മുഖത്തത്ര ഗൗരവം? പിന്നെന്താ, ഞാൻ പല്ലടിച്ച് നടക്കണോ? പല്ലിളിക്കൊന്നും വേണ്ട, കാണുമ്പോ ഒന്ന് ചിരിച്ചൂടെ? തനിക്ക് മുഖം ചേരുന്നില്ല. ഓ, ഞാൻ സഹിച്ചോളാം. മാറി. എനിക്കറിയാം എന്താ കാരണം. വഴിന്ന് മാറ്, എനിക്ക് പോണം. നിന്നേ, ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേഷ്യം? SI സാർ ചാക്കേട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പോയതല്ലേ? എനിക്കറിയായിരുന്നു ആ സ്ത്രീ എത്രക്കാരിയാണെന്ന്. എന്തിനാ ഈ SI പറയുന്നതെല്ലാം ചെയ്യാൻ പോകുന്നത്? പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? നല്ല കഥയെ, മേലുദ്യോഗസ്ഥനല്ലേ? ഓ, അത്രയല്ലേ ഉള്ളൂ. അയാളുടെ വീട്ടുവേലക്കാരനൊന്നുമല്ലല്ലോ. അത് ശരിയാണ്, പക്ഷേ ഞാൻ പോന്നു. എനിക്കങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. സാറിലെ കട നോക്കാൻ വന്നേ? മാധവൻപിള്ള. അതെ, മണി 8 ആയത് മുതല് സാറിനെയും കാത്ത് കുറ്റി അടിച്ചതിലൂടെ നിൽക്കായിരുന്നു. വന്നാട്ടെ വന്നാട്ടെ. മുറിയുടെ കാര്യമൊക്കെ ഓഫീസ് പറഞ്ഞിരുന്നല്ലോ. നല്ല സ്ഥല സൗകര്യം വേണം. പിന്നെ എനിക്കൊരാൾക്ക് താമസിക്കാൻ അങ്ങനെ വിസ്തരിച്ചൊന്നും വേണ്ട. മുറിയുടെ കൂടെ തന്നെ ഒക്കെ ഉണ്ട്. സാർ ഒന്ന് കണ്ടിട്ട് പറയണം. എന്റെ പേര് പീറ്റർ എന്നാണ്. ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കിയാ കൊള്ളാം. കേട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്കത് ശീലമായി പോയി സാറേ. ഇതാണ് കട. പഴയ ഒരു സ്റ്റുഡിയോ ആയിരുന്നു, ഇപ്പൊ പൂട്ടിക്കിടക്കുക. ഇത് മതിയാവും. പുറയിലൊരു ചായപ്പുണ്ട്, അതിനോട് തൊട്ട് കുളിമുറി, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാർ. കൊള്ളാം. അല്ല, ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞു, എന്താന്ന് മനസ്സിലായില്ല. അതൊക്കെ ഉണ്ട്. അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു. പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്താണ് പരിപാടി അമ്മാവോ? അമ്മാവ നിന്റെ അമ്മയുടെ നായർ പോടാ. രാജപ്പനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അവന്റെ വാല. ആനയും പേടിക്കണം, ആന പുണ്ടത്തെയും പേടിക്കണം. സാറിന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. വരണം, ഒരു ചായ അടിച്ചിട്ട് പോവാ. വന്നട്ടെ. ഈ കരിമ്പാറയുടെ ഒക്കെ ഒരു ഇടപാട് വെറുതെ മനുഷ്യനെ കെടുത്താൻ ഈ കാട്ടുമുക്കില പറയാൻ പറ്റില്ലെന്നേ. വല്ല കള്ളന്മാരും കയ്യിലൊന്ന് ചാടിയാലോ? കള്ളന്മാർ എന്റെ കയ്യിൽ വന്ന് ചാടാൻ വേണ്ടി ഇങ്ങനെ ഉറക്കൊഴിച്ച് നടക്കല്ലേ? അവർക്ക് ഫുൾ നൈറ്റ് വേറെ പണി ഉണ്ടാക്കാന്. ഇത് വെറുതെ ഉറക്കുളക്കാൻ വേണ്ടി ഞാൻ ഏതായാലും പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. താനും പോയി കിടന്നു. എന്നാലും നമ്മുടെ ഡ്യൂട്ടി കുന്തം. ഇനി ഇപ്പൊ രാത്രി മഞ്ഞും കൊണ്ട് ഉറക്കൊഴിഞ്ഞ് നടന്നാ കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ. താൻ വേണേ നടന്നു, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. നമുക്ക് വീട്ടില് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാണ് ആചാനെ. ഗുഡ് നൈറ്റ്. അവിടെ നിൽക്കാൻ നാശം. അവിടെ നിൽക്കാൻ ആള് പോയതുണ്ടല്ലേ? അവൻ ഇതിനകത്തോട്ട് കയറിയെന്നാ തോന്നുന്നു. എന്തുവാ സാറേ, എന്ത് പറ്റി? ഒരു കള്ളൻ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എന്റെ ഈശോ വിശോ തമ്പുരാനെ. തേങ്ങാക്കള്ളം നാണുമായിരിക്കും സാറേ. ഞാനൊന്ന് കേറി നോക്കിയല്ലോ. ഇങ്ങോട്ട് വലിച്ചു പുറത്തിടണം സാറേ. അവന്റെ കഥ ഇന്ന് ഞങ്ങൾ കഴിച്ചു തരാം. കേറി നോക്കാല്ലേ?
ഒന്ന് കയറി നോക്കണം സാറേ. ചെല്ലണം സാറേ. കഴിവണ്ട പോനെ. എന്തായി സാറേ? കള്ളം പോയി പുറകു വശത്ത് ബെയിലി പിടിച്ചവൻ ആ വഴി പോയി. വഴിയില്ല. നിങ്ങൾ ഈ വഴി വിട്ടോ. കള്ളൻ. ഛേ. വടക്കേക്കര സ്റ്റേഷൻ. ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്നാ. ഇവിടെ മാർക്കറ്റിൽ ആകെ പ്രശ്നമാ. ഉടൻ പോലീസ് എത്തിയേ പറ്റൂ സാർ. കാര്യം പറടോ. സാർ ഫയൽമാൻ അറുപത് പിള്ളക്ക് ഭ്രാന്തളായിരിക്കുന്നു സാർ. അതിന് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ കാര്യം? ആശുപത്രി കൊണ്ടാ നോക്ക്. ആരും അടുക്കുന്നില്ല സാർ. ടിക്കാൻ ചെല്ലുന്നവരല്ലേ അടിച്ച് താഴെ ഇടുക. അയ്യോ സാർ, ഒരു കാട തല്ലി തകർത്തു കഴിഞ്ഞു സാർ. ഒരു വാൻ പോലീസെങ്കിലും ഉടനെ അയച്ചേ പറ്റൂ സാർ. ആ വരാം. താൻ കിടന്ന് കീറാതെ. ശ്രീനിവാസൻ, സർ, ഇവിടെ മാർക്കറ്റിന്റെ അവിടെ ഒരുത്തം കിടന്ന് ബേളം ഉണ്ടാക്കുന്നു എന്ന് വിളിച്ചോണ്ട് വാ. ബലം എടുക്കണോ സാർ? വേണ്ട, ചെന്ന് വിളിച്ചാ മതി, കൂടെ പോരും. പട്ടികളെ കൊല്ലുമില്ലാതിനെ. ആ എങ്ങോട്ടാ സൈക്കിളിൽ പറക്കുന്നേ? ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. SI സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ചാ വിടാറ്. എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ. അതെ അതെ. സംസാരിച്ച സമയമില്ല, ഞാൻ പോട്ടെ. പട്ടികളെ കൊല്ലുവിടാൻ. ചുണയുണ്ടോ വേണം? ചുണയുണ്ടോ വേണ? കൊല്ലും. പോലെ അടുക്കല്ലേ സാറേ, മുഴുവട്ട. ഇപ്പൊ 4-5 അടിച്ച് താഴെ ഇട്ടതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചു നോക്കാം. എന്താ അയാളുടെ പേര്? ഫയൽമാൻ ആർമുഖമുള്ള സാർ. ഒറ്റയ്ക്ക് പോകാതിരിക്കാണ് ബുദ്ധി. സാറേ 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 പോലെ സാറേ പോകല്ലേ സാറേ. സാറേ പോകല്ലേ. അടി അടുത്ത് വന്ന അടി കൊല്ലി. താഴെയിട്. ഇട്ട. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ശ്രീനിവാസ. ചൂട് പിടിച്ചില്ലെങ്കിൽ നീര് വരും. കുട്ടികളെ പോലെ കിടന്ന് കരയാ. ഒന്ന് അടങ്ങി കിടക്കടോ. സൈക്കിളിലെ പറക്കല് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ. ദാ ഇപ്പൊ പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത്. പെണ്ണെ വാങ്ങിക്കുന്നതിന്റെ. അയാൾ എന്നെ എടുത്തെറിയ വിചാരിച്ചോ? എടോ, മുഴുവട്ടുള്ള ഒരുത്തനെ, അതും പർവ്വതം പോലെ ശരീരമുള്ള പിള്ളയെ താനല്ലാതെ കേറി പിടിക്കാൻ പോകും. അല്ല, തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ആട്ടെ, അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഏജൻസി ഇടത്തരക്കാരന് ഒരു താങ്ങായി തണലായി എത്രയോ വർഷമായി സേവന രംഗത്തുള്ള ലക്കി സ്റ്റാർ ഏജൻസി വടക്കേക്കരയിലും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലക്കി സ്റ്റാർ ഏജൻസി നാളെയാണ്. നാളത്തെ പ്രഭാതത്തിന്റെ പൊന്നിൻ കിരണങ്ങൾ വടക്കേക്കരയെ തഴുകുമ്പോൾ നിങ്ങളുടെ കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ കരിമ്പാറ മാത്തൻ അവർകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ലക്കി സ്റ്റാർ. ജീപ്പേ മാറി
മാറാൻ പറ ഇവരെ ഈ ഇൻസ്റ്റാൾമെന്റ് എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനൊന്നും അല്ലല്ലോ. അയ്യോ അങ്ങനെയൊന്നും അല്ല സാർ. നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു സേവന പരിപാടി തന്നെയാണ്. കാര്യമായൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും. ഇങ്ങനൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത്. ഇതിന്റെ ഓണർ ആരാന്നാ പറഞ്ഞേ? സേട്ട് സുലൈമാൻ സേട്ടെന്ന് പറയും. ആ നടക്കട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. അല്പം വീട്ടു സാധനങ്ങൾ എനിക്കും ആവശ്യമുണ്ട്. വരണം സാർ. ആ. വരട്ടെ, കാണാം. നമസ്കാരം സാർ. ആ, ആ. അല്ല ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിന്നാ മതിയോ? ഒന്ന് അകത്തോട്ട് വന്ന് കേറി കണ്ടിട്ട് പോവാം. ബുക്കിംഗ് ഇന്ന് തന്നെ തുടങ്ങാണ്. അല്ല എല്ലാവരും പോയാലോ? അല്ല അകത്തോട്ട് നിൽക്കാം. അല്ല ഇങ്ങനെ നമുക്ക് പോയി നോക്കാം. പോയി